സ്നേഹപ്പെട്ട എല്ലാവർക്കും അതിനെൻ്റെ സ്വാഗതം. ബാഹുല്യത്താൽ വ്യസന ബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിക്കുമ്പോൾ ദുഃഖം വർദ്ധിക്കുന്നു. സഭാപ്രസംഗി 1:18 വാക്യം. വീണുപോയ ലോകത്തിൽ അറിവ് എപ്പോഴും വേദനിപ്പിക്കുന്നതാണ്. സഭാപ്രസംഗിയിലെ ജ്ഞാനിയായ പ്രബോധകൻ ഇങ്ങനെ നിരീക്ഷിച്ചു: ജ്ഞാനബാഹുല്യത്താൽ വ്യസന ബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിക്കുന്നവൻ ദുഃഖം വർദ്ധിക്കുന്നു. ഒരു കുട്ടിയുടെ ആനന്ദകരമായ അറിവില്ലായ്മയിൽ ആരാണ് അസൂയപ്പെടാത്തത്? വംശീയമായ ആക്രമണം, ക്യാൻസർ എന്നിവയെക്കുറിച്ച് അവർക്ക് തീരെ അറിവില്ല. നാം വളർന്നു വന്ന നമ്മുടെ ദൗർബല്യവും തിന്മകളും തിരിച്ചറിയും മുമ്പ് നാം കൂടുതൽ സന്തുഷ്ടരായിരുന്നില്ലേ? നമ്മുടെ കുടുംബത്തിൻ്റെ രഹസ്യങ്ങൾ പഠിക്കാൻ മുമ്പ് എന്തുകൊണ്ട് നമ്മുടെ അങ്കിൾ അമിതമായി മദ്യപിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മാതാക്കൾ വിവാഹമോചനം നേടി നാം കൂടുതൽ സന്തോഷരായിരുന്നില്ലേ? അറിവിൽ നിന്നുള്ള വേദന മാറ്റാനാവില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയെല്ലാം നടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ സഹിച്ചു നിൽപ്പാനും മുന്നോട്ട് പോകുവാനും നമ്മെ പ്രാപ്തരാക്കുന്ന ഉയർന്ന അറിവുണ്ട്. യേശു ദൈവവചനമാണ്, നമ്മുടെ ഇട്ടപ്രകാശത്തിന് വെളിച്ചമാണ്. യോഹന്നാൻ 1:5 വാക്യം. അവൻ നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 1 Corinthians 1:30 വാക്യം. നിങ്ങളുടെ വേദനയാണ് യേശുവിൻ്റെ അടുത്തേക്ക് ഓടുവാനുള്ള കാരണം. അവൻ നിങ്ങളെ അറിയുകയും നിങ്ങൾക്കായി കരുതുകയും ചെയ്യുന്നു. അറിയാതിരുന്നില്ലെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണ്? അതിനെക്കുറിച്ച് യേശുവിനോട് പറയുക, എന്നിട്ട് അവൻ്റെ പക്കൽ വിട്ടയക്കുക. അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോഴെല്ലാം അത് വീണ്ടും യേശുവിലേക്ക് കൊണ്ടു ചെല്ലുക. യേശുവേ, ഞാൻ വേദന ആസ്വദിക്കുന്നില്ലെങ്കിലും അത് തന്നെ അങ്ങയിലേക്ക് നയിക്കുകയാണെന്ന് ഞാൻ അതിനെ വിലമതിക്കുന്നു. താങ്കൾ. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.